രണ്ടാളുകളാണ് മരണപ്പെട്ടത്. അപ്പൊ ആ രണ്ടാളുകൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി വേറെ വേറെ മയ്യത്ത് നിസ്കരിക്കണോ, ഒരു മയ്യത്ത് നിസ്കരിച്ചാൽ മതിയോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർ എല്ലാവരും ഐക്യപ്പെട്ട ഒരു കാര്യം, ആ വിവിധ ഒന്നിലധികം മയ്യത്തുണ്ടെങ്കിൽ ആ ഒന്നിലധികം മയ്യത്തുകൾക്ക് വേണ്ടി ഒരു നിസ്കാരം മതിയാകുന്നതാണ്. അതാണ് അടിസ്ഥാന വിധി. ഏതാണ് ഉത്തമം? ഇതിൽ രണ്ടഭിപ്രായമുണ്ട്. ഏതാണ് ഉത്തമം? ഒന്നിലധികം മയ്യത്തുണ്ടെങ്കിൽ വേറെ വേറെ നിസ്കരിക്കണോ, അതല്ല ഒറ്റ നിസ്കാരം മതിയോ? ഒറ്റ നിസ്കാരം കൊണ്ട് എല്ലാവർക്കും ഉള്ളത് വീടുന്നതാകുന്നു. ഇതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഏതാ ഉത്തമം? ഒന്നിലധികം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ നിസ്കരിക്കലാണോ, അതല്ല ഉത്തമം എല്ലാവർക്കും കൂടി ഒറ്റ നിസ്കാരമാണോ? ഇതിൽ രണ്ടഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു ഉത്തമം പെട്ടെന്ന് മയ്യത്ത് സംസ്കരണം പൂർത്തിയാക്കുക എന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന നടപ്പിൽ വരുത്താൻ ഒറ്റ നിസ്കാരത്തിൽ മതിയാക്കലാണ് ഉത്തമം. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹംബലി മദ്ഹബ് ഈ അഭിപ്രായക്കാരാണ്, മാലിക്കി മദ്ഹബ് ഈ അഭിപ്രായക്കാരാണ്. ഒറ്റ നിസ്കാരം ഒന്നിലധികം ഉണ്ടെങ്കിൽ അഫ്ളൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ എല്ലാവർക്കും കൂടി ആ മയ്യത്ത് വെക്കേണ്ട ഒരു സ്വപ്പിന്റെ രൂപമുണ്ട്, ആ രൂപത്തിൽ വെച്ചിട്ട് ഒറ്റ നിസ്കാരം നിർവഹിക്കുക, വേഗം പരിപാടി കഴിക്കുക. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട് അസ്രിഉ ബിൽ ജനാസ, ജനാസ കർമ്മങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ വേറെ നിസ്കാരം സംഘടിപ്പിച്ചാൽ എന്താവും? അത് സമയം കൈകലാവും. അതേ സന്ദർഭത്തിൽ ഷാഫിഈ മദ്ഹബ് ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം വേറെ വേറെ നിസ്കരിക്കില്ല. കാരണം അത്രയും അമല് കൂട്ടിയല്ലോ, നമുക്ക് അത്രയും അമല് കിട്ടിയല്ലേ എന്നാണ് ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബ്. നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഏതായാലും ഇവിടെ മഹല്ല് പള്ളിയിൽ ഷാഫിഈ മദ്ഹബ് ആയതുകൊണ്ടാണ് ഇന്നത്തെ രണ്ട് നിസ്കാരം അത് രണ്ടായി നിർവഹിച്ചത്. അത് ഇപ്പുറത്തെ വാദപ്രകാരം അനുവദനീയമാണ്. അതേ സന്ദർഭത്തിൽ അതല്ലാത്തൊരാൾ നടപ്പിലാക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഫെയിലും സഹാബത്തിന്റെ ഫെയിലും എല്ലാം കൂടി പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും അഫ്ളൽ ഒറ്റ നിസ്കാരം മതി, അതിൽ മതിയാക്കി എല്ലാവർക്കും കൂടി നിയ്യത്താക്കിയിട്ട് ഒറ്റ നിസ്കാരത്തിൽ മതിയാക്കിയാൽ മതി. എന്നാൽ രണ്ട് നിസ്കരിച്ചവരോട് നമ്മൾ അതിൻ്റെ പേരിൽ ചോദിക്കാനും പറയാനും ഒന്നും പോകേണ്ട ഒരു വിഷയം അതിലില്ല. അത് ഫിഖ്ഹിയായി ഏതാണ് അഫ്ളൽ, എന്തിനെ നമ്മൾ മുന്തിക്കണം, കുറേ അമല് കിട്ടുക എന്ന സാധ്യതയെ മുന്തിക്കണോ, ജനാസ കർമ്മം പെട്ടെന്നാക്കുക എന്നതിനെ മുന്തിക്കണം? അതിൽ ഏറ്റവും പ്രബലം അല്ലാഹു അഅലം ജനാസ നമസ്കാരം പെട്ടെന്ന്, കാരണം അമല് ചെയ്യാൻ നമുക്ക് ഇനിയും അവസരമുണ്ട്. പക്ഷേ ഇത് പ്രത്യേകമായൊരു കേസാണ് ജനാസന്റെ വിഷയം എന്ന് പറഞ്ഞത്. അത് റസൂൽ പറഞ്ഞത് പെട്ടെന്ന് തീർത്താളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു അമലിന് കെട്ടിത്തീരേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാന്ന്. അത് ഇതിൽക്ക് മാത്രം ബാധകമല്ല. മരിച്ചുകൊടുത്ത് ആ മയ്യത്ത് മുമ്പിൽ വെച്ച് മരിച്ചുകൊടുത്ത് പിന്നെ ദുആ ചെയ്യല്, യാസീൻ ഓത്ത്, ഒരു ഫലക്കുന്നാസ് ഓത്ത്, ഇതൊക്കെ കഴിഞ്ഞ് സമയം ഇങ്ങനെ കൂട്ടുക, അതും ഇതിൽ പെടൂല. അതൊക്കെ ഒഴിവാക്കിയിട്ട് കേടൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് അത്യാവശ്യം എന്താ വേണ്ടത്, ആളെങ്കിലും വരാൻ